കൊറ്റങ്കര പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ. പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല. പൈപ്പിടാനായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതോടെ യാത്രാക്ലേശവും ഇരട്ടിച്ചു. പദ്ധതിയെന്നും പറഞ്ഞ് പൈപ്പ് കൊണ്ടിട്ട് ഇവിടെ എല്ലാം തോണ്ടി മറിച്ച് ഇതെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് കോൺക്രീറ്റുമായിട്ട് ഇതുവരെ വഴിയും വന്നില്ല, വെള്ളവും വന്നില്ല. വഴി മാത്രം കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, വെള്ളമില്ലാതെ ജനങ്ങൾ അങ്ങോട്ട് പോകും. വെള്ളത്തിന് അവർ തന്നെങ്കിലല്ലേ കുടിക്കാനായിട്ട്. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലാണ് ജലജീവൻ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുള്ളത്. പദ്ധതി ആരംഭിക്കാനായി റോഡുകളിൽ പൈപ്പ് സ്ഥാപിച്ചു, എന്നാൽ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല. JCB ഉപയോഗിച്ച് റോഡുകൾ കുഴിച്ച് പൈപ്പ് സ്ഥാപിച്ചതോടെ മിക്ക റോഡുകളും തകർന്ന നിലയിലുമാണ്. പദ്ധതി പൂർത്തീകരിക്കാത്തതിനാൽ റോഡുകളുടെ നിർമ്മാണവും അനിശ്ചിതമായി വൈകുകയാണ്. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നവും രൂക്ഷമാണ്. ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ജലജീവൻ പദ്ധതി പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. 5 വർഷം കൊണ്ട് ഈ പൈപ്പ് ഇങ്ങനെ നടക്കും, വെള്ളവും ഇല്ല, ഒന്നുമില്ല. ഇവിടെ കുടിവെള്ളം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം തോണ്ടി കുഴിച്ച് ഇപ്പോൾ കോൺക്രീറ്റും കഴിഞ്ഞു. എന്നിട്ട് ഇതുവരെ വെള്ളം വന്നില്ല. അതിന് ഇപ്പോൾ ഇവിടെ പോകും വെള്ളത്തിന്? ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞല്ലേ എഴുതിയിട്ടെ. ജപ്പാൻ കുടിവെള്ള പദ്ധതിയും വന്നില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതി നമുക്ക് ഇതുവരെ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.